നമസ്കാരം. ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് വരുന്ന പൗർണമി, അതായത് വരുന്ന തിങ്കളാഴ്ച 19-ാം തീയതി ചിങ്ങം 3 തിരുവോണം നക്ഷത്രമാണ്, പൗർണമിയും കൂടെ ചേർന്നതാണ്. എല്ലാം കൊണ്ടും അത്യുത്തമമായിട്ടുള്ളൊരു ദിവസമാണ് വരുന്ന തിങ്കളാഴ്ചത്തെ പൗർണമി. ഈ തിങ്കളാഴ്ചത്തെ പൗർണമിക്ക് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് വിശദമായിട്ട് പറഞ്ഞത്. എനിക്ക് കുറച്ച് ദിവസമുണ്ട് പൗർണമിക്ക്, അതുകൊണ്ട് നിങ്ങൾക്കതിനുള്ളൊരു തയ്യാറെടുപ്പും കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പൗർണമി ദിവസം. വളരെ പവർഫുള്ളായിട്ടുള്ള, കാരണം പുതുവർഷത്തെ ആദ്യത്തെ പൗർണമിയാണ് അല്ലേ, ചിങ്ങമാണല്ലോ നമ്മുടെ പുതുവർഷത്തെ ആദ്യത്തെ പൗർണമിയാണ് വരുന്നത്. ആ പൗർണമിയിൽ ചെയ്യേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങളെക്കുറിച്ചും, അതേപോലെ തന്നെ പൗർണമിയിൽ ഇവിടെ വളരെ സ്പെഷ്യലായിട്ടൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാം. ഡയറക്റ്റ് വന്ന് പങ്കെടുക്കുന്നതിന് ഏറ്റവും പവർഫുൾ ഡയറക്റ്റ് പങ്കെടുക്കാം. ഇപ്പോൾ ദൂരേക്കാണെങ്കിൽ നമ്മൾ ഓൺലൈൻ ലൈവ് വഴി നിങ്ങൾക്കത് പങ്കെടുക്കാം. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വിഷയത്തോട്ട് കിടക്കാം. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവമഠ കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ്ഷി ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സൊക്കെ വാട്സപ്പ് ചെയ്യൂ. എല്ലായിടത്തും, കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം. വീടിൻ്റെ വാസ്തുവാണ് മെയിൻ. ഒരു മനുഷ്യൻ്റെ തലവര തന്നെ മാറ്റമുള്ള കഴിവ് വാസ്തുവിനുണ്ട്. എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ്. നമുക്ക് വിഷയത്തോടെ കേൾക്കാം. നിങ്ങളുടെ നാളെയും മറ്റന്നാളും 2024 ആഗസ്റ്റ് മാസം 14-ാം തീയതി, കൊല്ലവർഷം 1199, കർക്കിടക മാസം 30-ാം തീയതി ബുധനാഴ്ചയാണ് നാളെ. ബുധനാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ 6:17-നാണ് സൂര്യോദയം, വൈകുന്നേരം 6:35 സൂര്യാസ്തമയമാണ്. രാഹുകാലം 12:25-നും 1:57-നും മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 12:01-നും 12:24-നും മധ്യയാണ്. മുഹൂർത്തം വരുന്നത് 12:28-നും 12:50-നും മധ്യയാണ്. യമകണ്ഠ സമയം 7:49-നും 9:21-നും മധ്യയാണ്. ഗുളികൻ ഉദയം 10:53-നും 12:25-നും മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. അനിഴം നക്ഷത്രമാണ്. അപ്പോൾ ബുധനാഴ്ചയും അനിഴം നക്ഷത്രവും കൊണ്ടായതുകൊണ്ടായിരിക്കാം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ്. അത് നമുക്ക് പിന്നെ വിവാഹത്തിനും വ്രതാരംഭത്തിനും യാത്രയ്ക്കൊക്കെ കുഴപ്പമില്ല. വാസ്തുകർമ്മങ്ങളെയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ ഈ പെണ്ണ് കാണാൻ ചടങ്ങ് നടത്തുന്നതിനും സുഹൃത്തുക്കളെ കണ്ടത് അതൊന്നും പ്രശ്നമൊന്നുമില്ല. വാസ്തുവിൻ്റെ കാര്യത്തെക്കുറിച്ചും വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ നോക്കി ഒന്ന് ചെയ്താൽ കുറച്ച് നന്നായിരിക്കും. അതുകൊണ്ടാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം എന്ന് പറയുന്നത്. എന്നാലും വിദ്യാഭ്യാസം ഒക്കെ എന്തെങ്കിലും പുതിയ വിദ്യാഭ്യാസമൊക്കെ ആരംഭിക്കുക, പുതിയ കലകളുടെ വിദ്യാഭ്യാസമൊക്കെ ആരംഭിക്കാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. അറിവ്, സന്തോഷം എന്നിവയുടെയൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. മരുന്ന് നിർമ്മാണത്തിനൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമാണ് ഈ പറയുന്ന ബുധനാഴ്ചത്തെ ദിവസം. വളരെ കൊള്ളാം. എല്ലാം കൊണ്ടും വളരെ ശ്രദ്ധിച്ചു. മറ്റേ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അഭിജിത്തിൽ ചെയ്തോളൂ. വളരെ നല്ലൊരു മാറ്റം നമുക്കുണ്ടാകും. അപ്പോൾ നമുക്കന്ന് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. പിണ്ടതൂർ ദോഷം, വസുഭജദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട്. അപ്പം നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷം ഉണ്ടുള്ളത് അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം. 2024 ആഗസ്റ്റ് മാസം 15-ാം തീയതി, കൊല്ലവർഷം 1199, കർക്കിടക മാസം 31-ാം തീയതി വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:17-നാണ് സൂര്യോദയം, വൈകുന്നേരം 6:34-ന് സൂര്യാസ്തമയമാണ്. രാഹുകാലം 1:57-നും 3:29-നും മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 12-നും 12:23-നും മധ്യയാണ്. മുഹൂർത്തം വരുന്നത് 12:27-നും 12:50-നും മധ്യയാണ്. യമകണ്ഠ സമയം 6:17-നും 7:49-നും മധ്യയാണ്. ഗുളികൻ ഉദയം 9:21-നും 10:53-നും മധ്യയാണ്. ദിവസത്തെക്കുറിച്ച് നോക്കാം. കേട്ട നക്ഷത്രമാണ്. എല്ലാ കർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമാണ്. എന്നാലും കൃഷിപ്പണിയും ഗൃഹനിർമ്മാണത്തിനും വേണ്ടിയുള്ള മണ്ണൊക്കെ ഒരുക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. അന്ന് വിവാഹത്തിനൊന്നും പറ്റിയിട്ടുള്ളൊരു ദിവസമല്ല. ഏതായിരുന്നാലും വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. യാത്രയ്ക്ക് കുഴപ്പമില്ല, യാത്രയ്ക്കൊക്കെ നല്ലൊരു ദിവസം കൂടിയാണ്. അതുപോലെ തന്നെ അന്ന് വാഹനങ്ങളൊന്നും വാങ്ങുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമല്ല. ഗുരു, ജ്ഞാനം, അറിവ് എന്നിവയുടെ ഒരു ദിവസം കൂടിയാണ് അന്നത്തെ ദിവസം. നമുക്ക് വ്യാഴാഴ്ച ദിവസം പറ്റുമെങ്കിൽ ഏതെങ്കിലും ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ മഹാവിഷ്ണു സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. നാളെ ബുധനാഴ്ച നിങ്ങൾ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശനം നടത്തിയാൽ ഏറ്റവും ഉത്തമമായിരിക്കും. നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടതൂർ ദോഷം, വസുഭജ ദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷ ദോഷം എന്നിവയിൽ, അകന്നാൾ ദോഷം എന്നിവയിൽ നമുക്ക് പിണ്ടനൂർ ദോഷമുണ്ട്, അകന്നാൾ ദോഷമുണ്ട്. 2 ദോഷങ്ങളാണ് കാണുന്നത്. പിണ്ടനൂർ ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട്. അപ്പം ഈ 2 ദിവസങ്ങളും വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ നമുക്ക് വളരെ നല്ലൊരു മാറ്റം നമുക്കുണ്ടാവും. 2 ദിവസവും ഇപ്പം ഇന്ന് വരെ എല്ലാ ശുഭകർമ്മങ്ങളും നല്ല ഒരു ദിവസമായിരുന്നു, കഴിഞ്ഞ ഒരാഴ്ച വരെ. ഇനി വരുന്ന 2 ദിവസം എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെങ്കിലും വളരെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്ത് കണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് നല്ലൊരു മാറ്റം നമുക്കുണ്ടാവും. എല്ലാ കാര്യങ്ങളും നോക്കിയില്ലെങ്കിൽ ഒന്നും നോക്കേണ്ട കാര്യമില്ല, നോക്കി ചെയ്യണമെങ്കിൽ കുറച്ച് പവർഫുള്ളായിരിക്കും.
ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയാം. പൗർണമി ദിവസം നമ്മൾ വൈകുന്നേരം ചന്ദ്രത്രാടകം ചെയ്യാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്. ചന്ദ്രനെ കണ്ണ് വട്ടാതെ കുറച്ച് നേരം നോക്കിയിരിക്കുക. പൗർണമിയുടെ തലേ ദിവസം പറ്റുമെങ്കിൽ വ്രതം നോക്കിയിട്ട് നമ്മളത് ചെയ്യുക. ഒരു വ്രതം, മത്സ്യമാംസാദികളൊക്കെ കഴിക്കാതിരിക്കുക. ഒരു നേരത്തെ നെല്ലരി ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് എന്ത് വ്രതം നോക്കുമ്പോൾ കുറച്ച് പവർഫുള്ളാണ്. കാരണം മാത്രമല്ല, നമുക്ക് ഈ വർഷത്തെ ആദ്യത്തെ വരും വർഷത്തെ ആദ്യത്തെ പൗർണമിയാണത്. ഇപ്പം 1199 ഇപ്പം വന്നത്, 1200 അടുത്ത് വരുന്നത്. അപ്പോൾ ആ വർഷത്തിന് വളരെ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു വർഷം കൂടിയാണ് വരുന്നത്. അപ്പോൾ ആ വർഷത്തിൽ നമുക്ക് ആദ്യത്തെ പൗർണമിയാണ്. നമ്മൾ അത്രയും വ്രതശുദ്ധിയോടുകൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ നമുക്ക് ആ വർഷം നമ്മൾ വെച്ചൊരു കയറ്റമായിരിക്കും. അത്രയും പവർഫുള്ളായിട്ടുള്ള ഒന്നാണ്. അതിനകത്ത് എന്തായാലും നമ്മൾ ഇവിടെ ഒരു പൂജ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പൂജ എന്ന് പറയുമ്പോൾ നമുക്ക് ആരോഗ്യവും സമ്പത്തും കിട്ടത്തക്ക രീതിയിലുള്ള എപ്പോൾ എല്ലാവർക്കും ആരോഗ്യമാണ് ആവശ്യമല്ലേ. ആരോഗ്യം എന്ന് പറയുമ്പോൾ എന്താ, അസുഖമില്ലാത്തൊരവസ്ഥയാണ് ആരോഗ്യമെന്ന് മുമ്പ് ലോകാരോഗ്യ സംഘടന വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതല്ല എന്ന് വീണ്ടും തെളിയിച്ചിട്ടുണ്ട്. കാരണം അസുഖം ഇല്ലാത്തൊരു ശരീരം ഉള്ളതല്ല ആരോഗ്യം. ബോഡിക്ക്, അതായത് നമ്മൾ പല 5 കോശങ്ങളായിട്ട്, അന്നമയ കോശം എന്നാണ് പറയുന്ന ശരീരത്തിന് മാത്രം സുഖം കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിന് സുഖം കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കും? ഒന്നും നടക്കത്തില്ല. അപ്പം ഈ 5 കോശങ്ങൾ, അതായത് അന്നമയ കോശമുണ്ട്, അത് പ്രാണമയ കോശമുണ്ട്, മനോമയ കോശമുണ്ട്, വിജ്ഞാനമയ കോശമുണ്ട്, ആനന്ദമയ കോശം. അതായത് ശരീരത്തിൻ്റെ അവസ്ഥകളെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. കാരണം ഇതുവരെ ഒരു ക്ഷേത്രങ്ങളിലോ ഒരിടത്തോ ചെയ്യാത്ത ഒരു ഇതാണ്. ഞങ്ങൾ വളരെ വർഷങ്ങളുടെ റിസർച്ചിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇവിടെ അതൊരു അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു പൂജ എന്ന് പറയുമ്പം നമുക്ക് ഈ 5 സെക്ഷൻസ്, 5 ധാതുക്കളെ അല്ലെങ്കിൽ 5 ഭൂതങ്ങളെ നമ്മൾ ക്രമീകരിച്ച് കൊണ്ടുവരുന്ന രീതി, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ രീതിയിൽ ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന രീതി, അല്ലെങ്കിൽ അവരുടേതായ രീതിയിലൊരു കവചം കൊടുക്കുന്ന രീതിയാണ് ഈ പൂജ. അതിനകത്ത് അത് ആരോഗ്യത്തിന് വേണ്ടി, പിന്നെ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി എല്ലാവർക്കും ലാഫിംഗ് ബുദ്ധയും കോയിനും അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് ആ പൂജയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതിനകത്ത് ആദ്യം അന്നമയകോശം നമ്മുടെ ശരീരം, പ്രാണമയകോശം നമ്മുടെ പ്രാണൻ, അതേപോലെ തന്നെ മനോമയകോശം നമ്മുടെ ഉപബോധ മനസ്സ്, അത് പ്രാണനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും. വിജ്ഞാനം, നമ്മുടെ അറിവിൻ്റെ വിജ്ഞാനമയകോശം, അതേപോലെ ആനന്ദമയകോശം. നമ്മളെല്ലാം തികഞ്ഞ ഒരാൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ആരോഗ്യത്തോടുകൂടി അസുഖമില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത്. ആ ഹാപ്പിനെസ് നമുക്ക് കിട്ടുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന യോഗയിലൂടെയും മെഡിറ്റേഷനിലൂടെയും പൂജയിലൂടെയും നമ്മൾ കൊണ്ടുവരുന്ന രീതിയാണ്. അത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ വരുന്ന പൗർണമിയിൽ ഞങ്ങളത് അപ്ലൈ ചെയ്യുന്നത്. തുടക്കമാണ്. നിങ്ങളെല്ലാവരും പങ്കെടുക്കുക. ഒരു വലിയ റേറ്റൊന്നും നമ്മൾ നിശ്ചയിച്ചിട്ടില്ല. 1000 രൂപയേ ഉള്ളൂ. 1000 രൂപയെന്ന് പറയുമ്പോൾ അതിൽ ഇത്രയും പൂജ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും അതിൻ്റെ കവചവും അതിൻ്റെ പ്രസാദവും കൂടെ നമുക്ക് ഈ പൂജയിൽ എനർജൈസ് ചെയ്യുന്ന ലാഫിംഗ് ബുദ്ധയും അതിൻ്റെ കൂടെ ഒരു കോയിനും കൂടെ നിങ്ങൾക്ക് അയച്ചു തരും. ഇത് ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതിനോടൊപ്പം 1000 രൂപയുള്ളൂ ഇതിൻ്റെ ഒരു ഫീസ്. തുടക്കമായതുകൊണ്ടാണ്. കാരണം ഇത് നിങ്ങൾക്ക് അനുഭവിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ പൂജ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്നൊരു എഫക്റ്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾ തന്നെ പറയണം. കാരണം ഞങ്ങളത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റേതായ ഗുണം കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ചിന്തകളില്ലാത്തൊരു ലോകത്തോട്ട് പോകുന്നതാണ് മെഡിറ്റേഷൻ്റെ ഏറ്റവും വലിയൊരു ഭാഗം. ആ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ആരാധനാക്രമത്തിലാണ് ഞങ്ങളിപ്പം ഇത് കൊണ്ടുവരുന്നത്. ആരാധനാക്രമത്തിൽ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ഇപ്പോൾ അന്നമയകോശത്തിന് വേണ്ടി നമുക്ക് ഊർധ്വ ഗണപതിയാണ് നമ്മൾ ആരാധിക്കുക. അന്നമയകോശത്തിന് ഗണപതിയാണ്, ഊർധ്വ ഗണപതി ആരാധിക്കുന്നുണ്ട്. പ്രാണമയകോശത്തിനുണ്ട് വടുക ഭൈരവൻ എന്ന് പറയും. വടുക ഭൈരവനാണ് നമ്മൾ ആരാധിക്കേണ്ടത്. മനോമയകോശത്തിന് വേണ്ടി ദക്ഷിണാമൂർത്തിയാണ് ആരാധിക്കേണ്ടത്. വിജ്ഞാനകോശത്തിന് വേണ്ടി സരസ്വതിയാണ് ആരാധിക്കേണ്ടത്. ആനന്ദമയകോശത്തിന് വേണ്ടി സദാശിവമൂർത്തിയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള ഒരു സെക്ഷൻ തിരിച്ചുകൊണ്ട് അത് നമ്മുടെ ഏതൊക്കെ രീതിയിൽ നമ്മൾ ആരാധിക്കണം എന്നൊക്കെ വ്യക്തമായിട്ട് നമ്മൾ അതിന് പഠിപ്പിച്ചു കൊടുക്കും. ആ പൂജ നമ്മൾ ചെയ്തിറങ്ങി ആ പൂജ ചെയ്ത കവചവും നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പവർഫുള്ളാണ്. വളരെ പവർഫുള്ളെന്ന് അത്രയും ഇതായി. ഈ പൂജ നമുക്ക് കഴിയുമെങ്കിൽ നമുക്കൊരു 11 നമ്മൾ ചെയ്യണമെന്നുണ്ട്. 11 പൂജ എന്ന് വെച്ചാൽ 11 പൗർണമിക്ക് ചെയ്താൽ മതി. 11 പൗർണമിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഏറ്റവും നല്ലതാണ് നിങ്ങളത് ചെയ്ത് നോക്കും. നിങ്ങളെല്ലാവരും ഈ പൂജയിൽ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കും. ഇതിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കുറേ ഉണ്ട്. പൗർണമിയുടെ അന്ന് രാവിലെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, മെഡിറ്റേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ, അതൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്ന കാര്യമാണ്. ഞാൻ അടുത്തൊരു എപ്പിസോഡിലാകുമ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞു. അത് ഇത്ര നേരത്തെ
നേരത്തെ പറയുവാനുള്ള മെയിൻ കാരണം ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓൺലൈൻ ചെയ്യാമെന്ന് പറയുമ്പോൾ അവിടെ ചുമ്മാ നിങ്ങൾ ഒരു 1000 രൂപ അടച്ചിട്ട് വീട്ടിൽ ചുമ്മാ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. ഈ സമയത്ത് നിങ്ങൾ എത്ര പേര് അതിനിടയ്ക്ക് ബുക്ക് ചെയ്യുന്നുണ്ടോ അവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രോഗ്രാം ലൈവായിട്ടാണ് കൊടുക്കുന്നത്. ലൈവായിട്ട് കൊടുക്കും. ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യുന്നവരെ എല്ലാവരെയും ഇരുത്തിക്കൊണ്ട് പ്രോഗ്രാം ഞങ്ങൾ ലൈവായിട്ട് കൊടുത്തുകൊണ്ട് ഓരോരുത്തർക്കും ഞങ്ങളിവിടെ പറയുന്ന ഓരോ മന്ത്രങ്ങളും നിങ്ങൾ ജപിച്ച് നിങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിച്ച് വിളക്കിൻ്റെ ചുവട്ടിൽ പൂവിടേണ്ടി വരും. അവർക്ക് നമുക്ക് ഈ പ്രസാദം നമുക്ക് അയച്ചു കൊടുക്കും. ഇവിടെ വരുന്നവർക്ക് ഡയറക്റ്റ് പ്രസാദം നമ്മൾ കൊടുക്കുകയാണ്. കവചം നമുക്കതിനകത്ത് കഴിക്കാനുള്ള ഇതുണ്ട്. പിന്നെ അതേപോലെ തന്നെ തൊടുവാനുള്ള കുങ്കുമമുണ്ട്, ഭസ്മമുണ്ട്. അതേപോലെ നമ്മുടെ വീട്ടിൽ വയ്ക്കേണ്ട ലാഫിംഗ് ബുദ്ധയും കോയിനും എല്ലാം ഉണ്ട്. 1000 രൂപയാണ്, 1001 പറയുന്നത്. 1001 രൂപയാണ് ഈ പൂജയുടേത്. 1001 രൂപ മുടക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളവർ ക്യാഷൊക്കെ അയക്കുന്നതിന് മുമ്പ് എന്നെ വിളിച്ച് ഡീറ്റെയിൽസ് തരിക. കാരണം ഒരു വ്യക്തിക്ക് 1001 രൂപയാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഡീറ്റെയിൽസ് വേണം. അതായത് പേര്, നക്ഷത്രം. ആ പൂജ നിങ്ങൾക്ക് ഇവിടെ വെച്ച് ഞങ്ങൾക്ക് ആ പൂജ ചെയ്യണം വേണ്ടിയാണ്. പേര് വേണം, നക്ഷത്രം വേണം. ഇതെല്ലാം കൂടെ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വെച്ച് നിങ്ങൾ അവിടെ ഇരുന്ന് ചെയ്യുന്നതിനോടൊപ്പം ലൈവായിട്ട് നമുക്ക് കണ്ട് പൂജ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. ഇത് വരാൻ കഴിയുന്നുള്ളവർ ഈ പൗർണമിക്ക് സൂര്യദേവമഠ കുബേരാശ്രമത്തിൽ എത്തിക്കോളൂ. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പൂജയാണ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് എന്താണ് ഈ പറയുന്ന ഈ ആരോഗ്യമായിട്ടുള്ളൊരവസ്ഥയെക്കുറിച്ച് വിശദമായിട്ട് ഞാനിന്ന് അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ഞാൻ ഒന്ന് ഓടിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങൾ അടുത്ത പൗർണമി മറക്കരുത്. അടുത്ത തിങ്കളാഴ്ചയാണ് പൗർണമി, 19-ാം തീയതിയാണ്. അതായത് മലയാള മാസം ചിങ്ങം 3-ാം തീയതിയാണ്. അപ്പം അത് തുടക്കമാണ്, ഒരു വർഷത്തിൻ്റെ തുടക്കമാണ്. ആദ്യത്തെ പൗർണമിയാണ്. വളരെ പവർഫുള്ളായിരിക്കും കേട്ടോ. എല്ലാവരും പങ്കെടുക്കും. വലിയ പൈസയൊന്നുമല്ല കേട്ടോ. എല്ലാവരും പങ്കെടുക്കും. നമുക്ക് ആരോഗ്യവും സമ്പത്തും, ഇതാണ് നമ്മുടെ ഒരൊറ്റ ലക്ഷ്യം. ചെയ്തു നോക്കൂ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.